നമസ്കാരം. സഹായം പൂർണ്ണമായി വിലക്കിയിട്ട് 50 നാളുകൾ പിന്നിട്ട ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 61 ഫലസ്തീനികളാണ്. ഹമാസ് ചെറുത്തുനിൽപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ അറിയിച്ചു. ഭക്ഷണം, മരുന്ന്, സഹായം എന്നിവയ്ക്ക് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം 50 നാളുകൾ പിന്നിട്ടിരിക്കെ ഗാസയിലെ സ്ഥിതി അത്യന്തം പരിതാപകരമാണെന്ന് UN. എത്രയും വേഗം ഗാസയ്ക്ക് സഹായം ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് വിവിധ UN ഏജൻസികൾ ആവശ്യപ്പെട്ടു. യുദ്ധത്തിലെ ഏറ്റവും മോശം മാനുഷിക പ്രതിസന്ധിയാണ് ഗാസ അഭിമുഖീകരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടി. ഇതിനിടയിലും ഗാസയിലെ സിവിലിയൻ അഭയ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ഇസ്രായേൽ ആക്രമണം വ്യാപകമാണ്. ഇന്നലെ 61 പേരെങ്കിലും കൊല്ലപ്പെട്ടതായും 150ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീടുകൾക്കും ടെന്റ് ഷെൽട്ടറുകൾക്കും നേരെയുള്ള വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. മധ്യ ഗാസയിലെ നുസൈറത്തിനടുത്തുള്ള ഒരു ടെന്റിൽ 3 കുട്ടികളും ഗാസ നഗരത്തിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയും 4 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടും. ഗാസയിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഹമാസിന്റെ ഗറില്ല യുദ്ധതന്ത്രങ്ങളെ കരുതിയിരിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം സൈനികർക്ക് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും സമർപ്പിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പുരോഗതിയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്നലെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം നിർദ്ദേശങ്ങൾ വിലയിരുത്തി. തുടർ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഉടൻ ഖത്തറിലെത്തുമെന്നാണ് വിവരം. 7 വർഷം വരെ നീണ്ടു നിൽക്കുന്ന സമഗ്ര വെടിനിർത്തൽ കരാർ നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരായ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സമർപ്പിച്ച ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയിരിക്കുകയാണ്. ICCയിൽ അംഗമല്ലാതിരിക്കെ നേതാക്കൾക്കെതിരായ അറസ്റ്റ് വാറന്റ് നിലനിൽക്കില്ല എന്നായിരുന്നു ഇസ്രായേൽ വാദം. 18 മാസമായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തറും ഈജിപ്തും പുതിയ നിർദ്ദേശം തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ബന്ദികളുടെ മോചനം, ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കൽ, ആക്രമണം അവസാനിപ്പിക്കൽ, സൈനിക പിന്മാറ്റം എന്നിവ ഉൾപ്പെട്ടതാണ് നിർദ്ദേശം. 7 വർഷം വരെ നീളുന്ന സമാധാന ഉടമ്പടി നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഖലീലുൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം കൈറോയിലെത്തും. ഇസ്രായേൽ സംഘം ഇതിനകം കൈറോയിൽ എത്തിയതായാണ് വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പറയുകയാണ്. എന്നാൽ ബന്ദികളെ തിരിച്ചെത്തിച്ച ശേഷം മതി ഹമാസിനെ ഇല്ലായ്മ ചെയ്യലെന്ന് പ്രതിപക്ഷ നേതാവ് യാലിൻ ലാപിഡ് പ്രതികരിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ജെറുസലേമിലെ പശ്ചിമ മലനിരകളിൽ രൂപപ്പെട്ട വൻ കാട്ടുതീ ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നൂറുകണക്കിന് അഗ്നിശമന യൂണിറ്റുകൾ 2 ദിവസമായി പരിശ്രമിച്ചിട്ടും തീയണയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ജെറുസലേം തെൽ അവീവ് ഹൈവേയിലും തീ പടർന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.